നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന നേരത്ത് നമ്മൾ പണ്ടൊക്കെ വരെ സിനിമ കാണുമ്പോൾ ഒരു പ്രാവശ്യം കണ്ട് സ്കൂളിൽ വെച്ച് കണ്ട് രണ്ടാമത് കണ്ട് മൂന്നാമത്തെ ലവ് ലെറ്റർ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഒരു വെസ്റ്റേൺ ഇതിൽ എങ്ങനെ പോകുന്നത് എല്ലാവരും കേട്ടോ. ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ആണ്. ഫസ്റ്റ് ഡേറ്റ് ഉണ്ട്, സെക്കൻഡ് ഡേറ്റ് ഉണ്ട്, തേർഡ് ഡേറ്റ് ഉണ്ട്. അതിലൂടെ നമ്മൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഇവരുടെ കൂടെ പറ്റിയൊരു പാർട്ട്ണർ ആണെന്ന് നമ്മൾ വിശ്വസിച്ചതിന് ശേഷം നമ്മളൊരു റിലേഷൻഷിപ്പ് കോൺസെപ്റ്റിലേക്ക് തന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ മുമ്പോട്ട് പോവുക. ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്യുന്നു, കമ്പാറ്റബിൾ അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അടുത്ത ആളെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സൊസൈറ്റി തന്നെ പറയുന്നുണ്ട് ഒരാളുടെ കൂടെ നടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആളുടെ കൂടെ നടക്കുമ്പോൾ അവർ മോശം തന്നെയാണ് പറയുന്നത്. അതെങ്ങനെ? നിങ്ങൾക്ക് സൊസൈറ്റിനെ നന്നാക്കിയിട്ട് ജീവിക്കാം എന്ന് വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് വളരെ കുറച്ച് കൊണ്ടുവരണമെങ്കിൽ സൊസൈറ്റി മാറണം. ആ ചേഞ്ച് ജിഹാദ് പറഞ്ഞ ഈ ഗ്രാജുവൽ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ആ രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ രണ്ട് കപ്പിൾസ് ചിന്തിച്ചാൽ പോരാ, ആ സൊസൈറ്റി മാറണം. സൊസൈറ്റി ഈസ് ലിവിങ്, എല്ലാവരും ഇവോൾവ് ആവുന്നു, മനുഷ്യന്മാർ ഇവോൾവ് ആവുന്നു, കൾച്ചേഴ്സ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ ബ്രെയിൻ എല്ലാം ഇവോൾവ് ആവുന്നു. ഈ ഇവോൾവ്മെന്റിൽ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ് മാറും, ചേഞ്ചസുകൾ ഉണ്ടാവും. ഈ പറയുന്ന ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, കുറവായിരിക്കും. ഇതേ പറയുന്നു, അല്ലാതെ 5 വർഷത്തിൽ ലോകം നന്നാവും ഇവിടെ ഇതൊന്നും വേണ്ട, അങ്ങനെയല്ല പറയുന്നത്. പ്ലീസ് മനസ്സിലാക്കുക. ഇപ്പൊ നിലവില് 3 തലമുറ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമുക്ക് നോക്കുന്ന സാറ് ഒന്ന് മിഡിൽ ഏജിലെ ഞാൻ, പിന്നെ അതുപോലെ ഒരു യുവത്വത്തിൽ നിൽക്കുന്ന നിങ്ങൾ, ഈ 3 തലമുറയിലേക്കും ഈ വാലന്റൈൻസ് ഡേയുടെ സന്ദേശം കൊടുക്കുന്ന സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ ജനറേഷനുള്ള ഒരാൾക്ക് ഒരു നല്ലൊരു സന്ദേശം ഉള്ളെങ്കിൽ ആ ദിവസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഈ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ആദ്യം അത് മാറും. ആദ്യം അടുത്ത 5 ഇയേഴ്സിൽ ഇത് മാറും. അത് മാറുമ്പോൾ ഈ വാലന്റൈൻസ് ഡേ കൊണ്ട് സൊസൈറ്റി എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പിൾസ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എനിക്കൊരു പാർട്ണർ ഉണ്ട്, ഞങ്ങളൊരു കപ്പിളാണ്, വേറൊരു കപ്പിളുണ്ട്. നിങ്ങളുടെ ഏജിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ഏജിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും 3 തലമുറയും സന്ദേശം എന്താണെന്നറിയാം രീതിയിൽ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൂടെ വാലന്റൈൻസ് ഡേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആഘോഷിക്കാനായിട്ട് കുറേ ഓപ്ഷൻസ്, കുറേ ബ്രാൻഡ്സും കമ്പനികളും. അതാണല്ലോ പറഞ്ഞത്, അടുത്ത 5 കൊല്ലം കൊണ്ട് ഈ വഴിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു പറയുന്നത് അതുകൊണ്ടാണല്ലോ. സർ, ജിയാദ് പറഞ്ഞ പോലെ ഒരു ലോകം വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. 5 വർഷമല്ല 2 വർഷത്തിനുള്ളിൽ വന്നാലും ഐ വിൽ ബി ഹാപ്പി. അത് വേറൊരു കാര്യം. പക്ഷെ ആ പറഞ്ഞതിൽ ഒരു ചെറിയൊരു പ്രശ്നം എന്താ അറിയോ? മോൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. കാരണം ഡേറ്റിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യുന്നു, ഒരു ഡേറ്റ് 1, ഡേറ്റ് 2, ഡേറ്റ് 3. അപ്പോൾ ആ ഡേറ്റ് 3യിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളെ പ്രണയിക്കുകയല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ നമുക്ക് ചേരുമോ, ഓക്കെ ഇത് റെഡ് ഫ്ലാഗ് ആണ്, വേറെ റെഡ് ഫ്ലാഗ് എന്തെങ്കിലും വരുന്നുണ്ടോ. അവിടെ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്രണയം എന്ന വികാരത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കുക. ആ പ്രണയം എന്നൊരു ഇമോഷനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ അതൊരു സ്റ്റഡിയായി മാറ്റി അതിനൊരു സ്പോണ്ടേനിറ്റിയെ ഈ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കാൻ എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ ലൈക്ക് യു സെഡ്, നമ്മൾ ഡേറ്റിംഗ് വരുമ്പോൾ എല്ലാ പ്രശ്നം തീരുന്നു. ഓരോ ഡേറ്റിനും നമ്മൾ ഇരുന്നിട്ട് വി ആർ നോട്ടിസിംഗ് ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ വി ആർ forgetting to be in love. അപ്പോൾ ആ ഒരു ദിസ് ഈസ് എ വെരി എന്താ പറയാ, ഒരു ക്രിഞ്ചി, ഒരു വളരെ ഡ്രീമി ആയ ഒരു ഡയലോഗ്. I would say that is your personal പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഞാൻ നല്ലൊരു ഡേറ്റിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് ഇവർ ഒരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യങ്ങൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഇവർക്ക് ഇവരുടെ റീസൺസ് പറയുന്നു. അപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ വരുന്നത്. അല്ലാതെ അടുത്തെന്ത് പറയും ഇപ്പൊ പറഞ്ഞാൽ മാറാം, അതല്ല, ഒരിക്കലും അതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.